നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് 24-കാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം. കേരളത്തിൽ സ്ത്രീക്ക് ഈ രോഗം സ്ഥിരീകരിക്കുന്നത് ആദ്യം. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. നാവായിക്കുളം സ്വദേശിനിയായ 24-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നെല്ലിമൂട് പേരൂർക്കട സ്വദേശികൾക്ക് പിന്നാലെയാണ് മൂന്നാമതൊരു സ്ഥലത്ത് രോഗബാധ സ്ഥിരീകരിക്കുന്നത്. കേരളത്തിൽ സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത് ഇതാദ്യമായാണ്. തലസ്ഥാനത്ത് 6 പേർക്കാണ് നേരത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. അമീബിക് മെനിഞ്ചോ എൻസെഫലിറ്റിസ് ബാധിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് തുടർ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേക OP തയ്യാറാക്കിയാണ് ചികിത്സ നൽകുന്നത്. ഒമാനിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. സൂറിൽ നിന്ന് 51 കിലോമീറ്റർ അകലെ നോർത്ത് ഈസ്റ്റ് ഒമാൻ കടലിലാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്തതെന്ന് സുൽത്താൻ ബാബൂസ് യൂണിവേഴ്സിറ്റി ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. റിക്ടർ സ്കെയിലിൽ 3.3 തീവ്രതയിലും 2 കിലോമീറ്റർ ആഴത്തിലുമാണ് ഭൂചലനം രേഖപ്പെടുത്തിയത്. പ്രാദേശിക സമയം 8:51 ഭൂചലനം അനുഭവപ്പെട്ടത്. ബസ് കാത്തു നിൽക്കുന്നതിനിടെ വിദ്യാർത്ഥി തളർന്നു വീണു. ചികിത്സയിലിരിക്കെ മരിച്ചു. പാലക്കാട് ജില്ലയിലെ കുട്ടനാട് റോഡിൽ തളർന്നു വീണ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. കുട്ടനാട് അല്ലമീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് സിയാനാണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്കാണ് സംഭവം. കൂടെയുണ്ടായിരുന്ന സഹപാഠിയും അധ്യാപികയും മറ്റുള്ളവരും ചേർന്ന് ഉടൻ തന്നെ വിദ്യാർത്ഥിയെ പെരുമ്പാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ഞായറാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത്. MC റോഡിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ഗതാഗതക്കുരുക്ക്. MC റോഡിൽ പന്തളത്ത് 4 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. KSRTC ബസ് ആളുകളെ ഇറക്കാനായി പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ പിന്നാലെ വന്ന 3 കാറുകളും ഒരു വാനും ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. വാഹനങ്ങൾ KSRTC ബസിന്റെ പിന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. രാവിലെ നല്ല തിരക്കുള്ള സമയമായതിനാൽ റോഡിൽ വലിയ ഗതാഗതക്കുരുക്കുണ്ടായി. CBI അറസ്റ്റ് റദ്ദാക്കണം. ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് കെജ്രിവാൾ. കള്ളപ്പണ ഇടപാട് കേസിൽ ജൂൺ 12 സുപ്രീം കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു CBIയുടെ അറസ്റ്റ്. തുടർന്ന് CBI അറസ്റ്റ് ചോദ്യം ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യവുമായി കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ജസ്റ്റിസ് നീന ബൻസാൽ കൃഷ്ണയുടെ സിംഗിൾ ബെഞ്ച് ഹർജി തള്ളുകയായിരുന്നു. വിചാരണ കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. CBIക്ക് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ ആവശ്യമായ തെളിവുകളില്ലെന്നും ജയിലിൽ കഴിയുന്നത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് CBI അറസ്റ്റെന്നുമായിരുന്നു ഹൈക്കോടതിയിൽ കെജ്രിവാളിന്റെ വാദം. സുപ്രീം കോടതി കെജ്രിവാളിന് അനുകൂലമായി നടപടിയെടുത്താൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാനാകും.